ഫൈനലി ഐഫോൺ 17 Pro Max അൺബോക്സിംഗ്. യെസ്, ബ്ലൂ വേരിയൻ്റ് ആണ്, കോസ്മിക് ഓറഞ്ച് വേരിയൻ്റ് കിട്ടിയില്ല. എന്നാലും ആ ഒരു കോസ്മിക് ഓറഞ്ച് വേരിയൻ്റ് എൻ്റെ കയ്യിൽ, എൻ്റെ സ്വന്തം കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കുന്നതിൻ്റെ ബീറോൾ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, എനിക്ക് ആക്ച്വലി ആ കോസ്മിക് ഓറഞ്ച് ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, പക്ഷേ കിട്ടിയത് ഈ ഡീപ് ബ്ലൂ ആണ്. പിന്നെ നമ്മുടെ കയ്യിൽ ഐഫോൺ എയറും ഉണ്ട്. ഇതിൻ്റെ അൺബോക്സിംഗ് ഡീറ്റെയിൽസ് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം. ഐഫോൺ 17 അൺബോക്സിംഗ് റിവ്യൂ ഉണ്ടാവും. സോ ഇതെല്ലാം മിസ്സാവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ലെറ്റ്സ് റോൾ പറയുന്നതിന് മുമ്പ് ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ, ഈ 17 Pro Maxൻ്റെ ബോക്സ്, ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകത എന്താണ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. അൺബോക്സിംഗ് എക്സ്പീരിയൻസ് നോർമലി ആപ്പിളുടെ ഐഫോൺസിൻ്റെ സെയിം അൺബോക്സിംഗ് എക്സ്പീരിയൻസ് ആണ്. എന്നാൽ ഇത്തവണ ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇല്ല. ഓക്കെ, ഇനി യൂസർ മാനുവലും ഡോക്യുമെൻറ്റ്സ് ഒക്കെ വേണമെങ്കിൽ ബാക്കിലുള്ള ഈ QR കോഡ് സ്കാൻ ചെയ്തോളൂ എന്നാണ് ആപ്പിൾ പറഞ്ഞിരിക്കുന്നത്. പേടിക്കേണ്ട, ടൈപ്പ് സി ടു ടൈപ്പ് സി ചാർജിങ് കേബിൾ ഇപ്പോഴും ഉണ്ട്. ഇനി ഇതെപ്പോൾ എടുത്ത് മാറ്റും ഐ ഡോണ്ട് നോ. സോ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങളും പല വീഡിയോസിലും കണ്ടു കാണും. പുതിയ ക്യാമറ മോഡൽ, നീണ്ടിരിക്കുന്ന പ്ലാറ്റോ ഡിസൈൻ എന്നാണ് ആപ്പിൾ ഇതിനെ പറയുന്നത്. സോ ഈ പ്ലാറ്റോയുടെ താഴെ ഉണ്ടല്ലോ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് കോമ്പണൻസ്, ഫോർ എക്സാമ്പിൾ ചിപ്സെറ്റ് ഒക്കെ ഇതിൻ്റെ താഴെയാണ് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പോർഷനിൽ, അതായത് ഈ ഭാഗത്ത് ആപ്പിളിന് കൂടുതൽ സ്പേസ് കിട്ടിയിട്ടുണ്ട് ബാറ്ററി കൂട്ടാൻ വേണ്ടി. ചാർജിങ് സ്പീഡും കൂട്ടിയിട്ടുണ്ട്. 40 വാട്ടും അതിൻ്റെ മേളിലേക്കുള്ള ചാർജർ വെച്ച് ചാർജ് ചെയ്യാൻ പറ്റും. അങ്ങനെ അടിമുടി ഭയങ്കരമായിട്ടുള്ള, അതായത് 25 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് അങ്ങനെയൊന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷേ നിങ്ങൾക്ക് 20 മിനിറ്റ് കൊണ്ട് 50% വരെയൊക്കെ ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ബാറ്ററി സൈസും 150 mAh കൂട്ടി 4732 mAh ആക്കിയിട്ടുണ്ട്. ആൻഡ് ആക്ച്വലി ഈ സിം ഓൺലി വേരിയൻ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ബാറ്ററി സൈസ് കൂട്ടി 5000 mAh മേളിലേക്ക് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഇതുവരെ വന്നിട്ടുള്ളതിൽ ബിഗ്ഗസ്റ്റ് ബാറ്ററി എവർ. പേടിക്കേണ്ട, ഇന്ത്യയിലുള്ള വേരിയന്റിൽ കണ്ടില്ലേ ഫിസിക്കൽ സിം സ്ലോട്ട് ഉണ്ട്. സോ ഒരു സിം നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും, സെക്കൻഡറി സിം ഈസി ആക്കാം. പിന്നെ ഇത്തവണ പുതിയ ബട്ടൺ ഒന്നും വന്നിട്ടില്ല. അല്ലെങ്കിൽ ഈ ആക്ഷൻ ബട്ടൺ, അതിനുശേഷം ക്യാമറ കൺട്രോൾ, അങ്ങനെ ബട്ടണോട് ബട്ടൺ ആയിരുന്നു. പക്ഷേ ഇത്തവണ പുതിയ ബട്ടൺ ഒന്നുമില്ല. എന്നാൽ കഴിഞ്ഞ വർഷം വന്ന ടൈറ്റാനിയം ഫ്രെയിം കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഈ വർഷം വന്നിരിക്കുന്ന 17 Pro and Pro Maxൽ യൂണി ബോഡി എയറോസ്പേസ് ഗ്രേഡ് അലൂമിനിയം ഡിസൈൻ ആണ് തന്നിരിക്കുന്നത്. അതായത് ഈ ക്യാമറ മോഡ്യൂൾ ആണെങ്കിലും, ഈ ചുറ്റുമുള്ള ഈ പോർഷൻ ആണെങ്കിലും, ഈ ഫ്രെയിം ആണെങ്കിലും എല്ലാം അലൂമിനിയം കൊണ്ടുണ്ടാക്കിയ സിംഗിൾ പീസാണ്. സോ ഈ ഫോൺ കയ്യിലെടുക്കുമ്പോൾ ആ ഒരു എഡ്ജ് ഉണ്ടല്ലോ, നോർമലി നമ്മുടെ ബാക്കും ഫ്രെയിമും സെപ്പറേറ്റ് ആണെങ്കിൽ ഇവിടെ ഒരു എഡ്ജ് നമുക്ക് ഫീൽ ആവും. ഇവിടെ അങ്ങനത്തെ ഒരു ഷാർപ്പ് എഡ്ജ് നമുക്ക് ഫീൽ ആവുന്നില്ല. ഒരു പ്രത്യേകത ഒരു ഫീലാണ് കയ്യിലെടുക്കുമ്പോൾ. പിന്നെ ഈ ഒരു പോർഷൻ കണ്ടോ, ഈ ഭാഗം മാത്രം, അത് മെറ്റൽ അല്ല, കാരണം വയർലെസ് ചാർജിങ് മെറ്റൽ സർഫേസിലൂടെ വർക്ക് ആവില്ല. സോ ഈ പോർഷനിൽ മാത്രമായിട്ട് ഗ്ലാസിന്റെ ബിൽഡാണ് തന്നിരിക്കുന്നത്. സെറാമിക് ഷീൽഡിന്റെ പ്രൊട്ടക്ഷൻ ഒക്കെ ഇവിടെ വരുന്നുണ്ട്. എന്നാൽ ഇത്തവണ ഈ പ്രോ മാക്സിന്റെ തിക്നെസ് ആണെങ്കിലും വെയിറ്റ് ആണെങ്കിലും കൂടിയിട്ടുണ്ട്. ഇനി അലൂമിനിയം ബിൽഡ് കാരണമാണോ അല്ലെങ്കിൽ ആ ബാറ്ററി സൈസ് കൂട്ടിയത് കൊണ്ടാണോ ഐ ഡോണ്ട് നോ. പക്ഷേ 8.3 നിന്ന് 8.8 mm ആൻഡ് 227 ഗ്രാമിൽ നിന്ന് 233 ഗ്രാം ആക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായ മാറ്റമൊന്നുമില്ല, പക്ഷെ മാറിയിട്ടുണ്ട്. 17 Pro Max ഈ കാണുന്ന ഡീപ് ബ്ലൂ, പിന്നെ ഈ സിൽവർ ആൻഡ് ഇത്തവണത്തെ ഹീറോ കളറായ കോസ്മിക് ഓറഞ്ച് വേരിയൻസിലാണ് വരുന്നത്. എനിക്ക് ആക്ച്വലി ഇത്തരത്തിലുള്ള പഞ്ചി കളേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ വർഷം വന്ന Pixel 9 ഓർമ്മ ഉണ്ടല്ലോ, ആ പിങ്ക് കളർ, എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് ഈ ഓറഞ്ച് ഇഷ്ടപ്പെട്ടു, പക്ഷേ ചിലർക്കത് ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല. സോ നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് ഷോറൂമിൽ പോയിട്ട് കയ്യിലെടുത്ത് നോക്കുക, ഓക്കെ ഓറഞ്ച് കളർ എങ്ങനെയുണ്ടെന്ന്, അതിനുശേഷം തീരുമാനിക്കുക. പിന്നെ IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് റേറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ബാക്കിലുള്ള ഗ്ലാസ് സെറാമിക് ഷീൽഡിന്റെ പ്രൊട്ടക്ഷനുമായാണ് വരുന്നത്. എന്നാൽ ഫ്രണ്ടിലുള്ള ഡിസ്പ്ലേക്ക് സെറാമിക് ഷീൽഡ് 2ന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. എനിവേ, ഡിസ്പ്ലേയെ കുറിച്ച് പരാമർശിച്ച സ്ഥിതിക്ക് ഡിസ്പ്ലേയിൽ അങ്ങനെ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. കഴിഞ്ഞ വർഷം പ്രോ ഫോൺസിൽ വന്ന എക്സാക്ട്ലി സെയിം ഡിസ്പ്ലേ, എക്സാക്ട്ലി അല്ല പക്ഷേ ഓൾമോസ്റ്റ് സെയിം ഡിസ്പ്ലേ ആണെന്ന് പറയാൻ പറ്റും. ഡൈനാമിക് ഐലൻഡും കട്ടൗട്ടിന്റെ സൈസ് ഒക്കെ സെയിം ആണ്. കഴിഞ്ഞ വർഷം വന്ന 6.9 ഇഞ്ച് സൈസുള്ള 120 Hz പ്രോ മോഷൻ സപ്പോർട്ട് ചെയ്യുന്ന OLED ഡിസ്പ്ലേ ആണ് ഇത്തവണയും വന്നിരിക്കുന്ന 3 മാറ്റങ്ങൾ. ഒന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു, സെറാമിക് ഷീൽഡ് 2ന്റെ പ്രൊട്ടക്ഷൻ ആണ് വന്നിരിക്കുന്നത്. സെക്കൻഡ് ആണ് പീക്ക് ബ്രൈറ്റ്നസ് 2000 nits നിന്ന് കൂട്ടി 3000 nits ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ സാംസങ്ങിന്റെ അൾട്രാ ഫോൺസിൽ കണ്ട ഒരു ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് ഉണ്ടല്ലോ, അത്തരത്തിലുള്ള ഒരു കോട്ടിംഗ് ഈ സെറാമിക് ഷീൽഡ് 2ന്റെ ഭാഗമായിട്ട് ഈ ഫോണിലും പ്രോയിലും പ്രോ മാക്സിലും 17 പ്രോയിലും പ്രോ മാക്സിലും വന്നിട്ടുണ്ട്. നല്ലോണം തന്നെ വർക്ക് ആവുന്നുണ്ട്. പക്ഷെ നമ്മൾ സാംസങ്ങിന്റെ ആ ഒരു ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയൊന്നും വരുന്നില്ല. ഓക്കെ, നല്ല ഡിസ്പ്ലേ ആണ്, നല്ല കളർ ആക്യുറേറ്റ് ഡിസ്പ്ലേ ആണ്, നല്ല വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് തരുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഡിസ്പ്ലേ തന്നെയാണ്, നോ ഡൗട്ട്. സോ പുതിയ പ്രോ ഫോൺ തീർച്ചയായിട്ടും പുതിയ പ്രോ ചിപ്സെറ്റും ഉണ്ടാവും. ഇത്തവണ വന്നിരിക്കുന്ന ചിപ്സെറ്റ് ആണ് A19 Pro. കഴിഞ്ഞ വർഷം വന്ന A18 Pro ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ CPU ആണെങ്കിലും GPU ആണെങ്കിലും ന്യൂറൽ എഞ്ചിൻ, അതായത് AI ഒക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സംഭവമാണ് ന്യൂറൽ എഞ്ചിൻ. അതാണെങ്കിൽ ഈ 3 ഡിപ്പാർട്ട്മെന്റും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത്തവണ ആപ്പിൾ ഫസ്റ്റ് ടൈം അവരുടെ ഐഫോണിൽ
വേപ്പർ ചേംബർ കൂളിംഗ് സംവിധാനം ഘടിപ്പിച്ച് തന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് പെർഫോമൻസ്, കഴിഞ്ഞ വർഷം വന്ന 16 പ്രോമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ വീഡിയോയിൽ ഷെയർ ചെയ്യാം. ഓക്കെ, സോ പുതിയ ഐഫോൺ ആണ്, അതുകൊണ്ട് തന്നെ ലേറ്റസ്റ്റ് iOS 26-ഉമായാണ് ഇത് വന്നിരിക്കുന്നത്. ഓക്കെ, എനിവേ ഈ iOS 26-ന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ആ ഒരു ലിക്വിഡ് ഗ്ലാസ് ഡിസൈൻ ആണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു കുറച്ച് സമയം എടുക്കും എനിക്കത് യൂസ് ടു ആവാൻ വേണ്ടി. ഞാൻ ഒരു വർഷമായിട്ട് iOS 18 ആണല്ലോ ഉപയോഗിക്കുന്നത്. സോ ഈ ലിക്വിഡ് ഗ്ലാസ് കുറച്ച് സമയം എടുക്കും യൂസ് ടു ആവാൻ വേണ്ടി. പിന്നെ ക്യാമറ UI ഉണ്ടല്ലോ, അതായത് ഓപ്ഷൻസ് കാണിക്കുന്ന പോർഷനൊക്കെ അതൊക്കെ അവർ മാറ്റിയിട്ടുണ്ട്. അത് കണ്ടില്ലേ, ലെഫ്റ്റ് സൈഡിലാണ് പഴയത്, റൈറ്റ് സൈഡിലാണ് പുതിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും അതിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടാവും. തിരക്ക് പിടിച്ച് അപ്ഡേറ്റ് ചെയ്യാൻ നിൽക്കണ്ട, ഒന്ന് വെയിറ്റ് ചെയ്തു. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്ത് ബാക്കി എല്ലാവരും ഡൗൺലോഡ് ചെയ്തവർ എന്താണ് പറയുന്നത്, പുതിയ അപ്ഡേറ്റ്സ് നല്ലതാണോ, ചേഞ്ചസ് എന്തൊക്കെയുണ്ട്, സ്റ്റേബിൾ ആണോ, അതൊക്കെ അറിഞ്ഞിട്ട് മാത്രം അപ്ഡേറ്റ് ചെയ്താൽ മതി. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു സ്പെഷ്യൽ വീഡിയോ അങ്ങ് ചെയ്ത് കളയാം, iOS 18 വേഴ്സസ് iOS 26. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും നമ്മുടെ ഈ 16 Pro അപ്ഡേറ്റ് ചെയ്യാതെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ ആ വീഡിയോയിൽ കുറച്ചും കൂടി ക്ലിയർലി ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വന്നിരിക്കുന്നത്. സോ ഡിസൈൻ കണ്ടു, ബിൽഡ് കണ്ടു, ചിപ്പ് സെറ്റ്, സോഫ്റ്റ്വെയർ, ബാറ്ററി, ചാർജിങ്, ഡിസ്പ്ലേ, യെസ് ക്യാമറ ഉണ്ടല്ലേ, ക്യാമറ. അതിന് മുമ്പ് ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ iPhone 13 Pro സീരീസിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ആപ്പിൾ അവരുടെ ഈ പാക്കേജിങ്ങിൽ ഐഫോണിൻ്റെ ബാക്ക് കാണിക്കുന്നത്. കാരണം 13-ന് ശേഷം വന്ന 14 Pro, 15 Pro, 16 Proയിലൊക്കെ ഡിസ്പ്ലേ ആയിരുന്നു, പക്ഷേ ഇത്തവണ ബാക്ക് മാറിയിട്ടുണ്ടല്ലോ. സോ അതാണ് ഹൈലൈറ്റ്. അതായിരുന്നു ചെറിയൊരു പ്രത്യേകത. ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്ന മാറ്റങ്ങൾ നോക്കുകയാണെങ്കിൽ ബാക്കിൽ അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആദ്യം ഫ്രണ്ട് ക്യാമറയിൽ വന്നിരിക്കുന്ന അപ്ഗ്രേഡിനെ കുറിച്ച് സംസാരിക്കാം. കാരണം എന്നെ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്തൊരു അപ്ഗ്രേഡ് ആണത്. അതായത് കഴിഞ്ഞ വർഷം വരെ വന്ന 12 മെഗാ പിക്സൽ സെൽഫി ക്യാമറ എടുത്ത് മാറ്റിയിട്ട് ഇത്തവണ 18 മെഗാ പിക്സലിൻ്റെ സ്ക്വയർ സെൻസറുള്ള സെൽഫി ക്യാമറയാണ് തന്നിരിക്കുന്നത്. നോർമലി വരുന്ന ക്യാമറ സെൻസേഴ്സ് ഒക്കെ ഉണ്ടല്ലോ 4:3 റേഷ്യോ ആയിരിക്കും. അതുകൊണ്ടാണ് പോർട്രേറ്റ് എടുക്കുമ്പോൾ ഇങ്ങനെ പിടിക്കേണ്ടി വരുന്നതും ലാൻഡ്സ്കേപ്പ് എടുക്കുമ്പോൾ ഇങ്ങനെ പിടിക്കേണ്ടി വരുന്നതും അതുകൊണ്ടാണ്. 4:3 റേഷ്യോ ആയതുകൊണ്ടാണ്. ആപ്പിൾ എന്ത് ചെയ്ത് അതെടുത്ത് കളഞ്ഞിട്ട് നേരെ ഒരു വലിയ സ്ക്വയർ സെൻസറാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ പോർട്രേറ്റ് ആണെങ്കിലും ലാൻഡ്സ്കേപ്പ് ആണെങ്കിലും നമുക്ക് ഇങ്ങനെ തന്നെ പിടിച്ചുകൊണ്ട് എടുക്കാൻ പറ്റും, രണ്ടും. സോ പോർട്രേറ്റ് സെൽഫീസ് എടുക്കാൻ നോക്കുമ്പോൾ ആ സ്ക്വയറിൽ നിന്ന് ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് തരും. ലാൻഡ്സ്കേപ്പ് എടുക്കാൻ നോക്കുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് തരും. തീർച്ചയായിട്ടും ഇന്നോവേറ്റീവ് അപ്ഡേറ്റ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആപ്പിൾ പല അപ്ഡേറ്റിന് ഇന്നോവേറ്റീവ് എന്ന് പറയാറുണ്ട്, പക്ഷേ ഇത് തീർച്ചയായിട്ടും ഒരു ഇന്നോവേറ്റീവ് അപ്ഡേറ്റ് തന്നെയാണ്. പിന്നെ ഫോട്ടോ എടുക്കുമ്പോൾ മാത്രമല്ല, വീഡിയോ എടുക്കുമ്പോഴും ഈ സെയിം സംഭവം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വീഡിയോ എടുക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ഇങ്ങനെ പിടിച്ച് വീഡിയോസ് എടുക്കുമ്പോൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ കണ്ണിൻ്റെ ഒരു ആംഗിൾ അങ്ങോട്ടായിരിക്കും. ഒരു വീഡിയോസ് കാണുമ്പോൾ അറിയാൻ പറ്റും നമ്മൾ ക്യാമറയിൽ നോക്കിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പിടിച്ച് നമുക്ക് ലാൻഡ്സ്കേപ്പ് എടുക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് തന്നെ കണ്ണ് കറക്റ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഈ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇത്രയും വലിയൊരു സെൽഫി സെൻസർ ഉള്ളതുകൊണ്ട് ആപ്പിളിന് സെൽഫി ക്യാമറയിലും ഈ ആക്ഷൻ ക്യാം പോലുള്ള അടിപൊളി സ്റ്റെബിലൈസേഷൻ, അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈസിലി ഓടിക്കൊണ്ട് സെൽഫി വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം തന്നെ സെൻട്രൽ സ്റ്റേജിൻ്റെ ഫീച്ചർ ഉള്ളതുകൊണ്ട് നമ്മുടെ ബാക്കിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ സെൽഫി ക്യാമറ സൂം ഔട്ടും അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് മോഡിലേക്ക് പോകും. നൈസ്. പിന്നെ നല്ല വൈഡ് ഫീൽഡ് ഓഫ് വ്യൂ വരുന്നുണ്ട്. അതായത് വലിയ ഫ്രെയിം നോക്കി ഇതിൻ്റെ സെൽഫി ക്യാമറ വെച്ച് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ലോണം ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല വൈഡ് ഫോട്ടോസ് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് ടൈം എവർ ആണ് ഒരു ഐഫോണിൽ 48+48+48 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നത്. ആ പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറ ഉണ്ടല്ലോ, അത് 5x നിന്ന് 4x ആക്കിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 8x സൂമിൻ്റെ ഒരു ഓപ്ഷനും ഇപ്പം ക്യാമറ UI വരുന്നുണ്ട്. സോ നോർമൽ ഫോട്ടോസ് നമുക്ക് വേണമെങ്കിൽ 1x, 2x, 4x, 8x ഒന്നോട് കാണിച്ചു തരാം. 1x, 2x, 4x, 8x ആൻഡ് മാക്സിമം 40x വരെ സൂം ചെയ്യാൻ പറ്റും. പിന്നെ പോർട്രേറ്റ് ഫോട്ടോസ് നമുക്ക് 1x, 2x and 4x എടുക്കാം. ആ ഒരു 8x പോർട്രേറ്റിലും കൊടുക്കേണ്ടതായിരുന്നു, പക്ഷേ വന്നിട്ടില്ല, 4x വരെ ഉള്ളൂ. പിന്നെ ആൻഡ്രോയിഡ് ഫോണുകളിൽ വർഷങ്ങളായിട്ടുള്ള ആ ഒരു ഡ്യുവൽ ക്യാപ്ചർ ഉണ്ടല്ലോ, നമുക്ക് സെൽഫി ക്യാമറ ആൻഡ് റിയർ ക്യാമറ ഒരുമിച്ച് ഒരേ സമയത്ത് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ഫീച്ചർ, അതിപ്പം ഫൈനലി ഐഫോണിൽ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു ഫസ്റ്റ് ഇംപ്രഷൻ, അൺബോക്സിംഗ് ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആണ്. റിവ്യൂ വീഡിയോ വരും, അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ക്യാമറ പെർഫോമൻസും നോർമൽ പെർഫോമൻസ് ഒക്കെ ഷെയർ ചെയ്യാം. സോ iPhone 17 Proയുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് 1,35,000 രൂപ. ഈ 17 Pro Maxന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് 1,50,000 രൂപ. സോ ഐഫോണിൻ്റെ പ്രൈസിംഗ് ആണ്, നമ്മൾ തർക്കിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഓക്കെ, ഇത്തവണ കൂട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പ്രോ വേരിയൻസിൻ്റെ പ്രൈസ് ഇത്തവണ അത്യാവശ്യം നല്ലോണം കൂട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾ ഈ പുതിയ ഐഫോൺ വാങ്ങണോ വേണ്ടയോ, അതോ പഴയത് വാങ്ങിച്ചാൽ മതിയോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോൺ വാങ്ങിയാൽ മതിയോ, അതൊക്കെ അറിയാൻ വേണ്ടി റിവ്യൂ വീഡിയോസ് കാണുക. അതായത് എൻ്റെ മാത്രമല്ല, ഓക്കെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, എല്ലാവരുടെയും, നിങ്ങൾക്ക് വിശ്വാസമുള്ള എല്ലാവരുടെയും വീഡിയോസ് കാണുക, എന്നിട്ടൊരു തീരുമാനം എടുക്കുക. കാരണം വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, പ്രോ ആണെങ്കിലും പ്രോ മാക്സ് ആണെങ്കിലും. സോ ഈ പുതിയ 17 Pro സീരീസിലുള്ള ഏത് പുതിയ ഫീച്ചറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, പിന്നെ iPhone 17 ആണെങ്കിലും iPhone Air ആണെങ്കിലും ഈ രണ്ടിൻ്റെയും അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ വരുന്നുണ്ട്. അതൊന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ദിസ് യു ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ബൈ.